Welcome to BSc Main Physics, Semester 6, Paper 2, Nuclear and Particle Physics, and this is the 16th class, Radioactive Equilibrium. BSc Main Physics, Paper 2, Nuclear and Particle Physics, Radioactive Equilibrium. That is the topic of discussion today, and it can be asked as an essay type question for your examination. Essay type question, Radioactive Equilibrium. Radioactive equilibrium, you understand. Radioactive equilibrium is also can be titled as successive disintegration. When successive disintegration takes place, there will come a situation at which an equilibrium is achieved by parent and daughter. അതായത് ഒരു എലമെൻറ്റ് അടുത്ത എലമെൻ്റായിട്ട് മാറും, ആ എലമെൻറ്റ് വീണ്ടും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് എലമെൻ്റായിട്ട് മാറും, പ്രോസസ് ആവർത്തിക്കും. അങ്ങനെയുള്ള ഒരു സക്സീവ് ഡിസിൻറ്റഗ്രേഷൻ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാകുന്ന കേസ് പറയുകയാണ്. അപ്പോൾ ഹെഡിങ് ആദ്യം മനസ്സിലാക്കുക. റേഡിയോആക്റ്റീവ് ഇക്വിലിബ്രിയം എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് പകരം പറയുന്ന ഒരു സെൻറ്റൻസ്, അതേ അർത്ഥത്തിലല്ല, പകരം പറയുന്ന ഒരു ടൈറ്റിലാണ് സക്സസീവ് ഡിസിൻറ്റഗ്രേഷൻ. Successive disintegration is known as chain disintegration. ഈ തുടർച്ചയായിട്ടുള്ള ഡിസിൻറ്റഗ്രേഷൻ, തുടർച്ചയായിട്ടുള്ള വിഘടനം, അതിനെ വിളിക്കുന്ന പേരാണ് സക്സസീവ് ഡിസിൻറ്റഗ്രേഷൻ. Successive disintegration is known as a chain disintegration. It is a process in which a radioactive substance disintegrates to form a new substance, which then disintegrates to form another new substance, and so on. അതാണ് successive disintegration. You look here, successive disintegration is known as chain disintegration. It is a process in which a radioactive substance disintegrates to form a new substance, which then disintegrates to form another new substance, and so on. അപ്പോൾ ഈ സക്സസീവ് ഡിസിൻറ്റഗ്രേഷനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഡിസിൻറ്റഗ്രേഷൻ. ഈ ഒരു ചങ്ങല വിഘടനം എന്നൊക്കെ പറയാം, നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രോസസ്സിൽ ഒരു റേഡിയോആക്റ്റീവ് എലമെൻറ്റ് മറ്റൊന്നായിട്ട് മാറും, അങ്ങനെ പുതുതായി കിട്ടിയ എലമെൻറ്റ് വേറൊരെണ്ണമായിട്ട് മാറും. അങ്ങനെ ഈ പ്രോസസ്സ് ആവർത്തിച്ച് മുന്നോട്ട് പോകും. എന്നിട്ട് സ്റ്റേബിൾ എലമെൻറ്റ് ലെഡ് അല്ലെങ്കിൽ ബിസ്മത്ത് വരുന്ന പോലെ ഈ പ്രോസസ്സ് സംഭവിക്കും. അപ്പോൾ ഒരു റേഡിയോആക്റ്റീവ് എലമെൻറ്റ് യുറേനിയം ആയിരിക്കാം, പിന്നെ തോറിയാകാം, അങ്ങനെ സംഭവിച്ചിട്ട് അവസാനം സ്റ്റേബിൾ ലെഡിലെത്തും. അത്രയും പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സക്സസീവ് ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ചെയിൻ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ ചെയിൻ ഡിസിൻറ്റഗ്രേഷൻ നമ്മളൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിക്കുന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ലെറ്റേഴ്സ് എഴുതി ഇങ്ങനെ കാണിക്കാവുന്നതാണ്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് കാണിക്കാവുന്നതാണ്. കൺസിഡർ എ സബ്സ്റ്റൻസ് വിച്ച് changes to form a new substance B. അപ്പോൾ ഒരു സബ്സ്റ്റൻസ്, അപ്പോൾ അത് നമുക്ക് കൺസിഡർ സബ്സ്റ്റൻസ് വിച്ച് ചേഞ്ചസ് ടു ഫോം എ ന്യൂ സബ്സ്റ്റൻസ് ബി. അപ്പോൾ എ എന്നുള്ള സബ്സ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സബ്സ്റ്റൻസ് എ എന്ന് വേണം എഴുതാം. കൺസിഡർ സബ്സ്റ്റൻസ് എ, ക്യാപിറ്റൽ എ, വിച്ച് ചേഞ്ചസ് ടു, അപ്പോൾ ക്യാപിറ്റൽ അവിടെ മിസ്സിങ് ആണ്, അത് ചേർക്കാം. കൺസിഡർ സബ്സ്റ്റൻസ് ക്യാപിറ്റൽ എ വിച്ച് ചേഞ്ചസ് ടു ഫോം എ ന്യൂ സബ്സ്റ്റൻസ് ബി. Let the new substance be decayed to form a substance C, and so on. അപ്പോൾ അവിടെ എ എന്നുള്ളത് മിസ്സിംഗ് ആണ്, എ ചേർക്കുക. കൺസിഡർ എ സബ്സ്റ്റൻസ് ക്യാപിറ്റൽ എ വിച്ച് ചേഞ്ചസ് ടു ഫോം എ ന്യൂ സബ്സ്റ്റൻസ് ബി. ഫുൾ സ്റ്റോപ്പ്. ലെറ്റ് ദ ന്യൂ സബ്സ്റ്റൻസ് ബി ഡീക്കേഡ് ടു ഫോം എ സബ്സ്റ്റൻസ് സി, ആൻഡ് സോ ഓൺ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു റേഡിയോആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്, അത് ഡീക്കേ ചെയ്തിട്ട് ബി ആയിട്ട് മാറും, ബി വീണ്ടും ഡീക്കേ ചെയ്തിട്ട് സി ആയിട്ട് മാറും, അങ്ങനെ തുടരും എന്ന് വിചാരിക്കുക. അത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ പോലെ കാണിക്കാം, ഒരു ചെയിൻ പോലെ കാണിക്കാം. എ ഗിവ്സ് ബി, ഗിവ്സ് സി, ഗിവ്സ് ഡി, ഗിവ്സ് അനദർ എലമെൻറ്റ്, ആൻഡ് ഫൈനലി എക്സ്, ദ സ്റ്റേബിൾ എലമെൻറ്റ്. അവസാനം നമുക്ക് സ്റ്റേബിൾ എലമെൻറ്റ് കിട്ടും. സ്റ്റേബിൾ എലമെൻറ്റ്, ദ ലാസ്റ്റ് വൺ ഇസ് സ്റ്റേബിൾ എലമെൻറ്റ് വിച്ച് മേ ബി ലെഡ്. ദിസ് ഈസ് എ റേഡിയോആക്റ്റീവ് സീരീസ് ആൻഡ് ഇൻ ഇറ്റ് any two adjacent elements are considered. അപ്പോൾ ഇത് ഒരു റേഡിയോആക്റ്റീവ് സീരീസ് ആണ്. ഇതിൽ തൊട്ടടുത്ത രണ്ട് എലമെൻറ്റുകളെ എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്?
One is parent, other is daughter. Any two adjacent elements are considered as parent and daughter. അപ്പോൾ എ പാരൻ്റ് ആണെങ്കിൽ ബി അതിൻ്റെ ഡോട്ടർ ആയിരിക്കും, ബി പാരൻ്റ് ആണെങ്കിൽ സി അതിൻ്റെ ഡോട്ടർ ആയിരിക്കും. അല്ലെങ്കിൽ സിയുടെ പേരൻ്റ് ആണ് ബി, ബിയുടെ പാരൻ്റ് ആണ് എ, അങ്ങനെ പോകും. എവിഡൻ്റലി ഇൻ എ സീരീസ് ദ പാരൻ്റ് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ് ഈസ് ദി ഡോട്ടർ ഓഫ് ദി പ്രിസീഡിങ് വൺ. ഇപ്പോൾ പാരൻ്റ് അപ്പോൾ തൊട്ട് പുറകിൽ വരുന്ന ശേഷം വരുന്ന എലമെൻറ്റിൻ്റെ പാരൻ്റാണ് ഒരു ഗിവൺ എലമെൻറ്റ്. അത് അതേസമയം തന്നെ അതിന് തൊട്ട് മുമ്പുള്ള ഡോട്ടറും ആയിരിക്കും, അങ്ങനെ പോകും. ലെറ്റ് λ1 ആൻഡ് λ2 ബി ദി ഡികെ കോൺസ്റ്റൻസ് ഓഫ് എ ആൻഡ് ബി. ഇപ്പോൾ എയുടെയും ബിയുടെയും ഡികെ കോൺസ്റ്റൻറ്റുകൾ നമുക്ക് λ1 λ2 എന്ന് വിചാരിക്കാം. എവറി ടൈം ആൻ ആറ്റം ഓഫ് എ ഡിസപ്പിയേഴ്സ് ആൻ ആറ്റം ഓഫ് ബി ഈസ് ഒബ്റ്റൈൻഡ്. ഓരോ പ്രാവശ്യവും എ എന്നുള്ള ആറ്റം ഒരെണ്ണം ഡിസപ്പിയർ ചെയ്യുമ്പോൾ ബി എന്നൊരു ആറ്റം അപ്പിയർ ചെയ്യും. ദ ആറ്റം ബി ദസ് പ്രൊഡ്യൂസ്ഡ് ലെറ്റർ ഡിക്കേസ്. ഇങ്ങനെ ഉണ്ടാകുന്ന ബി പിന്നീട് അതിൻ്റെ ഹാഫ് ലൈഫ് കഴിയുമ്പോഴൊക്കെ ഡിസ്നേറ്റ് ചെയ്യാം. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡോട്ടർ. ഇപ്പം നമ്മൾ ഒരു ഇക്വേഷൻ പറയുകയാണ്, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡോട്ടർ ദാറ്റ് ഈസ് dN1/dt. കാരണം N1 ആണ് എയുടെ എണ്ണം എന്ന് വിചാരിച്ചാൽ അത് ഡി ചെയ്തിട്ടാണല്ലോ ബി ഉണ്ടാകുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡോട്ടർ ബി ഈക്വൽ ടു dN1/dt, വേർ N1 ഈസ് ദി നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ എ. എയുടെ അകത്ത് ഉണ്ടായിരുന്ന ആറ്റമുകളുടെ എണ്ണാണ് N1, അത് ഡി ചെയ്തിട്ടാണ് ബി ഉണ്ടാകുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡോട്ടർ ബി ഈസ് dN1/dt. എ ഡി കെ ചെയ്തിട്ടാണ് ബി കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡോട്ടർ ബി ഈസ് ഈക്വൽ dN1/dt എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് ബി ഡിക്കേസ്. ഇനി ബി ഡിക്കെ ചെയ്യുന്നതിന് റേറ്റ് എന്താണ്? അത് λ2 ഇൻറ്റു dN/dt. λ2 ഇൻറ്റു എന്ന് പറയത്തില്ലേ? The rate at which B decays λ2 N2, where N2 is the number of atoms of B present at a time. അപ്പോൾ ബി ഉണ്ടാകുന്നു, ബി ഡിക്കെ ചെയ്യുന്നു, ബി ഉണ്ടാകുന്നു, ബി ഡിക്കെ ചെയ്യുന്നു. അപ്പോൾ ബിയുടെ നെറ്റ് ഫോർമേഷൻ എന്തായിരിക്കും? ബി ഉണ്ടാകുന്നുണ്ട്, ബി ഡിക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നെറ്റ് ഫോർമേഷൻ എന്താണ്? അതാണ് ഒരു പ്രധാന സ്റ്റെപ്പ്. Therefore, the net rate of B produced, the net rate of ബി ഫോംഡ് ഈക്വൽ ടു λ1 N1 മൈനസ് λ2 N2. അതിനെയാണ് നമ്മൾ ആക്ച്വൽ നെറ്റ് റേറ്റ് dN2/dt എന്ന് പറയുന്നത്. ഈ എക്സ്പ്രഷനെയാണ് നെറ്റ് റേറ്റ് dN2/dt എന്ന് പറയുന്നത്. Therefore, dN2/dt is equal to λ1 N1 minus λ2 N2. That is an important equation number 1. ഇത് നമുക്കറിയാം, N is N0 e raised to minus λ8, the exponential relation in radioactivity. ദാറ്റ് ഈസ് ഇപ്പോൾ എക്ക് പറയുമ്പോൾ N1 ഈസ് ഈക്വൽ ടു N0 e raised to minus λ1t എന്ന് എഴുതാം നമുക്ക്. കാരണം ഇവിടെ ഈ ടി പൂജ്യമാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ടി പൂജ്യമാണെങ്കിൽ നമുക്ക് N1 ഈസ് N0 e raised to 0 എന്ന് കിട്ടും. അപ്പോൾ N1 ഈസ് N0 ആണ് സ്റ്റാർട്ടിങ്ങിൽ N1 ഈസ് N0 ആണ്. അപ്പോൾ അത് നമുക്കിവിടെ ഈ N1 ഈസ് N0 e raised to minus λ1t ടിയുടെ വാല്യൂ 0 ഇട്ടാൽ മതി. അപ്പോൾ N1 ഈസ് N0 എന്ന് കിട്ടും ഇനിഷ്യലി. അപ്പോൾ ഈ മുകളിലത്തുള്ള dN2/dt എന്നുള്ള ഇക്വേഷനകത്ത് അവിടെ N1ൻ്റെ വാല്യൂ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് കിട്ടും നമുക്ക് dN2/dt ഈസ് ഈക്വൽ ടു λ1 N1. N1 ഈസ് N0 e raised to minus λ1t, പിന്നെ അവിടെ എന്തുണ്ട്? മൈനസ് λ2 N2 എന്ന് കിട്ടും. അതായത് ഇക്വേഷൻ നമ്പർ 1-നകത്ത് N1ൻ്റെ വാല്യൂ ഈ താഴെ കാണുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിലെ താഴെ നിന്ന് ജസ്റ്റ് മുകളിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലെ വാല്യൂ കൊടുക്കുകയാണ് N1ന് പകരം. അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനാണ് therefore dN2/dt is equal to λ1 N0 e raised to minus λ1t minus λ2 N2. ഇത് നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ആ മൈനസ് ടൈം, റൈറ്റിലുള്ള മൈനസ് ടൈം നമ്മൾ ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് dN2/dt പ്ലസ് λ2 N2 ഈസ് ഈക്വൽ ടു λ1 N0 e raised to minus λ1t എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ e raised to λ2t. രണ്ട് സൈഡും
ഇ റേസ് ടു ലാംഡ ടു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? Then we get e raised to lambda to t into dn by dt plus lambda to n to e raised to lambda to t equal lambda 1 into e raised to minus lambda 1 t into e raised to lambda to t. Throughout e raised to lambda to t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. ഇ റേസ് ടു, അപ്പോൾ ഈ എൽ എച്ച് എസ് കാണുന്ന രണ്ട് ടേം ഒരു പ്രോഡക്റ്റ് ഫോർമുലയുടെ ടേമായിട്ട് വരും. അതായത് ഈ ഡി ബൈ ഡി ടി ഓഫ് എൻ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന രണ്ട് സ്റ്റെപ്പാണ് മുകളിൽ കാണുന്ന എൽ എച്ച് എസിലുള്ളത്. അപ്പോൾ ആ എൽ എച്ച് എസിലെ ആ രണ്ട് ടേമുകൾ നമുക്ക് ഒറ്റ ഒരു എക്സ്പ്രഷനായിട്ട്, ഒരു ഡെറിവേറ്റീവ് ആയിട്ട്, ഒരു പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് കൊടുക്കുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എൻ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടു ടി എന്ന് എഴുതിയാൽ മതി. ശരിയാണെന്ന് നോക്കിയേ. എൻ ടു ആ സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്, അതാണ് പ്രോഡക്റ്റ് ഫോർമുല കൊടുക്കുകയാണ്. പിന്നെ ആർ എച്ച് എസ് ലാംഡ 1 n0, പിന്നെ നമുക്ക് ആ മോഡിലുള്ള പവറിൽ ടി പുറത്തേക്ക് എടുക്കുമ്പോൾ ലാംഡ 2 മൈനസ് ലാംഡ 1 ടി എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റിംഗ് n to e raised to lambda to t, n to e raised to lambda to t is equal to lambda 1 n0 e raised to lambda 1 minus lambda 2 t by lambda 2 minus lambda 1 plus c. Equation number 2. Where c is the constant of integration. To find c, we consider the initial condition, that is when t is equal to 0, n2 0 എന്നുള്ള കണ്ടീഷൻ വിചാരിക്കണം. t 0 ആകുമ്പോൾ n2 ഇല്ലല്ലോ, n1 n0 ആയിരിക്കും നേരെ. അപ്പോൾ ഇക്വേഷൻ 2 ബിക്കംസ്, നമ്മൾ ആ മുകളിലത്തെ സ്റ്റെപ്പിനകത്ത് കൊടുത്താൽ മതി ഇവിടെ n2 0 എന്ന് കൊടുക്കുമ്പോൾ ചില ടൈമിൽ 0 ആയി പോയിട്ട് നമുക്ക് 0 is equal to n1 n0 e raised to 0 by lambda 2 minus lambda 1 plus c. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ മുകളിലത്തെ സ്റ്റെപ്പിൽ പോയി നോക്കിയാൽ മതി. ഇതിനകത്ത് ഈ കാണുന്നതിനകത്ത് n2 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് താഴെ കാണുന്ന സ്റ്റെപ്പ് കിട്ടുന്നത്. n2 0 കൊടുത്താൽ എൽ എച്ച് എസിൽ 0 ആകും, ആർ എച്ച് എസിൽ ലാംഡ 1 n0 എന്ന് വരും, ഇ റേസ് ടു 0 ബൈ ലാംഡ 2 മൈനസ് ലാംഡ 1 പ്ലസ് സി എന്ന് കിട്ടും. വളരെ സിമ്പിളാണ് കാര്യം. അപ്പോൾ സി ഒന്നുകൂടി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സി കിട്ടുന്നത് zero is lambda 1 n0 by lambda 2 minus lambda 1 plus c. c is equal to minus 50 കൊണ്ട് വരികയാണ് lambda 1 n0 by lambda 2 minus lambda 1. ഇക്വേഷൻ നമ്പർ 3. ഇത് വീണ്ടും ആ മുകളിലത്തെ ഇക്വേഷനകത്ത് നമ്മൾ t0 എന്ന് എഴുതിയ ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Put the c in equation number 2, we get the n to e raised to minus n to e raised to lambda 2 t equal to lambda 1 n0 by lambda 2 minus lambda 1 e raised to lambda 2 minus lambda 1 into t minus lambda 1 n0 by lambda 2 minus lambda 1, that is n to e raised to lambda 2 t equal to lambda 1 n0 by lambda 2 minus lambda 1 e raised to lambda 2 minus lambda 1 into t minus 1. Dividing both sides by e raised to lambda to t, ഓരോ സൈഡിലും ഡിവൈഡ് ചെയ്യുമ്പോൾ n2 is equal to ഇപ്പുറത്ത് ബ്രാക്കറ്റിനകത്ത് വേണം ഡിവൈഡ് ചെയ്യാൻ. ലാംഡ 1 n0 by lambda 2 minus lambda 1 inside the bracket e raised to lambda 2 minus lambda 1 t by e raised to lambda 2 t minus 1 by e raised to lambda 2 t. That is n2 is lambda 1 n0 by lambda 2 minus lambda 1 inside the bracket e raised to minus lambda 1 minus e raised to minus lambda 2 t. Equation of 4. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. n2ൻ്റെ ഇക്വേഷൻ, ബിയുടെ നമ്പർ ഓഫ് ആറ്റംസ് അതിൻ്റെ ഇക്വേഷനാണ് ആഫ്റ്റർ ടൈം t സെക്കൻഡ്. This equation gives the net number of dot
daughter nuclei of B after a time t second. ടി സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള ഡോട്ടർ ന്യൂക്ലിയസിന്റെ എണ്ണാണ്. അപ്പോൾ ഇത് നോക്കിയാൽ കാണാം ഇതിനകത്ത് N0 കാണത്തില്ല, N1 കാണത്തില്ല. N1 എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? N1 is N0 ആണ് if T is 0. N1 is N0 ആണ് T is 0. അതുകൊണ്ട് N1 ഇവിടെ വരില്ല. N2 is lambda 1 N0 by lambda 2 minus lambda 1 into e raised to minus lambda 1 T minus e raised to minus lambda 2 T. That is equation number 4. This equation is the net number of daughter nuclei of B after a time T second. അതിനെയാണ്. അപ്പോൾ ഇതാണ് ഈ സക്സസീവ് ഡിസിൻറ്റഗ്രേഷൻ്റെ ഇക്വേഷൻ. ടി സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ഡോട്ടർ ന്യൂക്ലിയസ് ബി ഉണ്ടാകും അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ആ രണ്ട് ഇക്വിലിബ്രിയം ഉണ്ട്. നമുക്ക് ഒരു സെക്യുലാർ ഇക്വിലിബ്രിയം പിന്നെ ഒരു ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്വിലിബ്രിയം പറയാൻ പോകണം ഈ സീരീസിൻ്റെ. കേസ് 1 സെക്യുലാർ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പെർമനൻറ്റ് ഇക്വിലിബ്രിയം. സെക്യുലാർ ഇക്വിലിബ്രിയം ഓർ പെർമനൻറ്റ് ഇക്വിലിബ്രിയം. The condition is, ആ സെക്യുലാർ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഈസ് T1 മച്ച് ഗ്രേറ്റർ ദാൻ T2. അപ്പോൾ എ എന്നുള്ള ആറ്റത്തിൻ്റെ ഹാഫ് ലൈഫ് വളരെ കൂടുതലാണ് ബിയേക്കാൾ. ഇപ്പോൾ ബിയുടെ ഹാഫ് ലൈഫ് നിയർലി 0. അല്ലെങ്കിൽ λ1 ഹാഫ് ലൈഫിൻ്റെ റെസിപ്രോക്കൽ, അല്ലെങ്കിൽ നമ്മൾ 0.6931 ബൈ ലാംഡ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണല്ലോ λ ആയിട്ട്. അപ്പോൾ T1 മച്ച് ഗ്രേറ്റർ ദാൻ T2 എന്നുള്ളത് λ1 മച്ച് ലെസ് ദാൻ λ2 എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ അതിന് λ1 0. ഇപ്പോൾ ടൈം 0 ആണെങ്കിൽ λ1 0 എന്ന് എടുക്കുക. λ1 അല്ല, λ1 0 എന്ന് എടുക്കുക. λ1 വളരെ ചെറുതായിട്ട് എടുക്കുക. അപ്പോൾ ആ മുകളിലത്തെ ഇക്വേഷൻ അതായിട്ട് മാറും e raised to minus λ1 T T plus e raised to 0 equal to 1. e raised to minus λ1 T is equal to e raised to 0. കാരണം λ1 നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുകയല്ലേ. is equal to 1. e raised to minus λ2 T. λ2 വളരെ വലുതാണ്. e raised to minus infinity, that is also 0. e raised to minus infinity 0 ആണ്. Therefore, equation 4 becomes N2 is equal to λ1 N0 by λ2 minus λ1, which is 0. It is 1 minus 0. Inside the bracket, e raised to infinity, e raised to 0 is 1, e raised to infinity is 0. So we get inside the bracket 1 minus 0. മുകളിൽ കൊടുത്ത് നോക്കിയാൽ മതി. You put and see. അപ്പോൾ അതിൽ നമുക്ക് ഈ 0 അങ്ങ് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നത് N2 is λ1 N0 by λ2. Cross multiply. N2 λ2 is N0 λ1. N0 λ1. അപ്പോൾ നമുക്കറിയാം N0 ഇപ്പോൾ ടൈം T 0 ആണെങ്കിൽ ഇനിഷ്യലി ഈ N0 എന്ന് പറഞ്ഞാൽ N1 തന്നെയാണ്. അപ്പോൾ N0ക്ക് പകരം N1 ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, നമുക്കറിയാമല്ലോ. ഈ N0 is N1 because N1 is N0 e raised to minus λ1 T. T 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? N1 is N0. അത് കൊടുത്തു. N0ക്ക് ഒരു N1 എന്ന് കൊടുക്കുക. that is N2 λ2 is λ1 N1 or N2 λ2 is N1 λ1. that is N1 λ1 is N2 λ2. ഇനി അടുത്തുണ്ടെങ്കിൽ N3 λ3 അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് സെക്യുലാർ ഇക്വിലിബ്രിയം കണ്ടീഷൻ, പെർമനന്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. N1 λ1 is N2 λ2. ആക്ടിവിറ്റി ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ആക്ടിവിറ്റി ഓഫ് സെക്കൻഡ് എലമെൻറ്റ്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സെക്യുലാർ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നോട്ട് പറയുകയാണ്. എന്താണ് ഈ സെക്യുലാർ ഇക്വിലിബ്രിയം? The relation shows an equilibrium. The rate of decay of any radioactive substance is equal to the rate of formation from the previous member of the chain. Now, the daughter is said to be in secular equilibrium with the parent. Secular equilibrium is also known as permanent equilibrium. അപ്പോൾ λ1 N1 ഈസ് ഈക്വൽ ടു λ2 N2 എന്ന് കിട്ടിയാൽ A1 ഈസ് A2 എന്ന് കിട്ടിയാൽ
This relation shows an equilibrium. The rate of decay of any radioactive substance is equal to rate of formation from the previous member of the chain. Now the daughter is said to be in secular equilibrium with the parent. Secular equilibrium is also known as permanent equilibrium. Equilibrium എന്ന് വായിക്കുക. അപ്പം അതിൻ്റെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. എക്സാമ്പിൾ ഓഫ് സെക്യുലാർ ഇക്വിലിബ്രിയം. സെക്യുലാർ ഇക്വിലിബ്രിയം എക്സാമ്പിൾ ഉണ്ട്. അതായത് റേഡിയം റെഡോൺ ഡിക്കേ ആണ്. റേഡിയം റെഡോൺ ഫോർമേഷൻ. ഡിക്കേ ഓഫ് റേഡിയം ടു റെഡോൺ. ഈ ഡിക്കേ ഓഫ് റേഡിയം ടു റെഡോൺ, ഈ റേഡിയം വളരെ കൂടി ഹാഫ് ലൈഫ് ഉള്ളതും റെഡോൺ വളരെ കുറവ് ഹാഫ് ലൈഫ് ഉള്ളതുമാണ്. എന്ന് പറഞ്ഞാൽ റേഡിയത്തിൻ്റെ λ1 ചെറുതാണ്, റെഡോണിൻ്റെ λ2 വലുതാണ്. അങ്ങനെയുള്ള ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് സെക്യുലാർ ഇക്വിലിബ്രിയം കാണിക്കുന്നതാണ്. ആ ടൈമാണ് എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത്, വൈ ആക്സിൽ എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റേഡിയൻ ഡിക്കേ ചെയ്യുന്ന ഗ്രാഫാണ് ആ മുകളിൽ നിന്ന് കിഴിപ്പോട്ട്. റെഡോൺ ഫോം ചെയ്യുന്നത്, അത് ഉണ്ടാകുന്നതിൻ്റെ ഗ്രാഫാണ് താഴെ നിന്ന് മേപ്പോട്ട്. ആ കുറച്ച് കഴിഞ്ഞ് രണ്ടും കൂടി ചേരും, ആ ലൈൻ കൊണ്ട് ചേർന്ന് വരും, ചേർന്നാണ് പോകുന്നത്, ആൾമോസ്റ്റ് സെയിം ആയിട്ട് അങ്ങോട്ട് പോകും. അതിനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കൺസിഡർ ദി ഡിക്കേ ഓഫ് റേഡിയം ഇൻറ്റു റെഡോൺ. റേഡിയം ഈസ് ആൻ ആൽഫ എമിറ്റർ. അത് ആൽഫ എമിറ്റ് ചെയ്യും. ദി ഇക്വേഷൻ ഈസ് Ra226 gives Rn222 plus alpha 254 ആണല്ലോ. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഹാഫ് ലൈഫ് ഓഫ് റേഡിയം ഈസ് 1590 years. ഇവിടെ 1590 എന്ന് പറയുകയാണ് കറക്റ്റായിട്ട്. 1600 എടുക്കുക. 1590 years and that of radium is 3.8 days. Therefore, decay constant of radium is very small. So, after a time long enough compared with the mean life, radon is in equilibrium with radium. അപ്പോൾ ഈ റെഡോണിൻ്റെ ഹാഫ് ലൈഫ് വളരെ ചെറുതാണ്, റേഡിയത്തിന് വളരെ കൂടുതലാണ്. അപ്പോൾ ഡിക്കേ കോൺസ്റ്റൻ്റ് നേരെ ഓപ്പോസിറ്റ് മാനറിൽ വരും. അപ്പോൾ ഏറെ സമയം കഴിയുമ്പോൾ, അതായത് മീൻ ലൈഫിന് തുല്യമായിട്ടുള്ള സമയം കഴിയുമ്പോൾ ഇവ രണ്ട് ഇക്വിലിബ്രിയത്തിലാകും. ഒന്നിൻ്റെ ഡിക്കേ മറ്റതിൻ്റെ ഫോർമേഷൻ തുല്യമായിട്ട് മാറും. ഇറ്റ് ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ഗ്രാഫ്. ആ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് ഇക്വിലിബ്രിയമാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആ രണ്ട് ഗ്രാഫും ചേർന്നാണ് പോകുന്നത്. ഈ രണ്ടാമത്തെ ഇക്വിലിബ്രിയത്തെ നമ്മൾ ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം എന്ന് പറയും. കേസ് ടു ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം. വി നോ ദി ഇക്വേഷൻ. നമ്മൾ നേരത്തെ എഴുതിയ N2 ഇക്വേഷൻ ഓർക്കുക. N2 is equal to λ1 in 0 by λ2 minus λ1. ഇതിൽ നാളിലോ നമ്മൾ പിന്നെ സെക്യുലാർ ഇക്വിലിബ്രിയം കണ്ടുപിടിച്ചത് ആ ഇക്വേഷൻ. N2 is λ1 in 0 by λ2 minus λ1 into e raised to minus λ1t minus e raised to minus λ2t. The conditions for transient equilibrium is T1 much greater than T2 or λ1 much less than λ2. ഇത് നമ്മൾ ഈ സെക്യുലാർ ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ അടുത്ത സ്റ്റെപ്പിലാണ് അതിൻ്റെ വ്യത്യാസം ഇരിക്കുന്നത്. ആ λ1 നോട്ട് 0. ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം പറയുമ്പോൾ λ1 നോട്ട് 0 എന്ന് പറയണം. വളരെ സ്മോൾ ആണ്. λ1 is very small but not 0. But in permanent equilibrium, in secular equilibrium, we set λ1 is equal to 0. Here, λ1, even though very small, not equal to 0. That is the condition. Then what we get? Then e raised to minus λ2t is equal to e raised to minus infinity equal to 0. അപ്പോൾ λ2 വളരെ കൂടുതലാണല്ലോ. N2 is λ1 in 0. λ1 നമ്മൾ 0 എടുക്കത്തില്ല. λ1 in 0 by λ2 minus λ1. അവിടെ 0 എടുക്കത്തില്ല. e raised to minus λ1t minus 0. ലാസ്റ്റ് ടൈം 0 ആവും. N2 is λ1 n1 by λ2 minus λ1. അത് ഒന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് N2 by n1 is λ1 by λ2 minus λ1. ഓർക്കണം, N0 എന്നുള്ള n1 തന്നെയാണ്.
N2 by N2 by N1, lambda 1 by lambda 2 means lambda 1. Equation number 6. The equilibrium represented by this equation is called a transient equilibrium. ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ജസ്റ്റ് മോളിൽ പറഞ്ഞ ഇക്വേഷൻ the equilibrium represented by this equation is called a transient equilibrium. In this case, both A and B decays while the ratio N2 by N1 remains constant. അതാണ്. അപ്പോൾ ഈ ഡിക്കേയിൽ N2 by N1 കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലാതെ N1 ലാംഡ 1 is N2 ലാംഡ 2 ആയിരിക്കില്ല. അപ്പോൾ അതൊരു എസ്സേ ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗിവ് ദ തിയറി ഓഫ് സെക്സ്വൽ ഡിsintegration of a radioactive substance, explain secular equilibrium and a transient equilibrium. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് ആൻസർ ആണ്. എക്സ്പ്ലെയിൻ സെക്യുലർ ഇക്വിലിബ്രിയം ആൻഡ് ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം. ഇപ്പോൾ ഒരു ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എസ് ഐ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്യുലർ ഇക്വിലിബ്രിയം ആൻഡ് ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? Are equilibrium represented by a radioactive substance in the form N1 lambda 1 is N2 lambda 2 is called secular equilibrium. Are equilibrium represented by a radioactive substance in the form N2 by N1 is equal to lambda 1 by lambda 2 minus lambda 1 transient equilibrium. ഇവിടെ നമ്മൾ ഈ ലാംഡ 1 ലാംഡ 2 അതുപോലെ N1 N2 ആണെന്ന് പറഞ്ഞുകൊള്ളണം. N1 is the number of atoms of A initially present and N2 is the number of atoms of daughter nucleus after time t second. How will you represent graphically the secular equilibrium? അപ്പോൾ സെക്യുലർ ഇക്വിലിബ്രിയം ഗ്രാഫിക്കലായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ്? ആ ഗ്രാഫ് എന്ന് വെച്ച് കാണിക്കാനാണ്. ഗിവ് ആൻ എക്സാമ്പിൾ റേഡിയം റെഡോൺ കേസാണ്. റേഡിയം ഡിക്കേസ് ടു റെഡോൺ കേസാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പറോടെ വ്യക്തമല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ വിൽ യു represent graphically the secular equilibrium? Give an example. ഇപ്പോൾ ഗ്രാഫ് വരച്ചിട്ട് റേഡിയം റെഡോൺ കേസ് പറഞ്ഞാൽ മതി. That is all with your 16th lecture on nuclear and particle physics. Thank you. In the next class we start alpha decay.